എന്താ കൂലി എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പം പോലും അതൊരു ഡിബേറ്റാണ്. നമ്മളെന്താ പറയുന്നത്, ഒരാളുടെ അധ്വാനത്തിന് ഈ സ്വർണം തൂക്കുന്ന ത്രാസിൽ അളന്ന് പ്രതിഫലം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത്രയും മെറ്റിക്കുലസ് ആയിട്ട് നമ്മൾ കൂലി കൊടുക്കുന്നത്. എന്തുമാത്രം പണി ചെയ്തു. അതിനകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഇൻവോൾവ് ആവുന്ന IT തൊട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കകത്തും അല്ലേ, നീ എനിക്ക് എന്ത് വേണേലും ചെയ്യാം, നിനക്ക് വീട്ടിൽ ഇരിക്കണമെങ്കിൽ വീട്ടിൽ ഇരിക്കുക, അവധിക്ക് അവധിക്ക് പോകാം, പക്ഷെ നീ ഇത് തീർക്കണം. വർക്ക് ലോഡാണ്. നമ്മൾ വിചാരിക്കുന്ന ചെയ്യുന്ന വിയർപ്പിൻ്റെ അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് കൂലി എന്നുള്ളത്. അങ്ങനെയല്ല എന്ന് പറയാനായിട്ടാണ് യേശു ശ്രമിക്കുന്നത്. കൂലി ഇങ്ങനെ അധ്വാനത്തിൻ്റെ പ്രതിഫലമല്ല, അധ്വാനിച്ച മനുഷ്യന് ആത്മാഭിമാനത്തോടെ അത്താഴം ഭക്ഷിക്കാനായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ശ്രദ്ധയാണ്. ഓൾറെഡി ഒരു ദിനാർ തന്നെ ചെറുതുകയാണ്. അതിനെ 12 കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ ഇയാൾ എങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലും? അത് ഇപ്പോഴൊക്കെ തന്നെ ഇങ്ങനെ കൂലിക്ക് വേണ്ടിയൊക്കെ ഇപ്പോഴും മനുഷ്യർക്ക് തർക്കിക്കേണ്ടി വരുന്നുള്ളത് നമ്മൾ ഭേദപ്പെട്ട ഇടത്തിലല്ല നിൽക്കുന്നുള്ളതിൻ്റെ സൂചനയാണ്. കൂലിക്ക് വേണ്ടി മനുഷ്യരെ നിലവിളിക്കേണ്ടതായിട്ട് വരുന്നു, കൂലിക്ക് വേണ്ടി മനുഷ്യർക്ക് റെസിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ കൂലി ഒരു അനുകമ്പയുടെ പാഠമാണ്. അനുകമ്പ എന്ന് പറയുമ്പോൾ അനുകമ്പനം എന്ന അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ഒരാൾ മെച്ചപ്പെട്ടതായതുകൊണ്ട് മറ്റൊരാളിലോട്ട് ഉള്ളൊരു ഹൈപ്പഡസ് എന്നുള്ള ഒരു ഫ്ലോയുടെ പേരല്ല അനുകമ്പ എന്ന് പറയുന്നത്. അനുകമ്പനം, റെസൊനേറ്റിംഗ് ടുഗദർ. അപ്പം അതൊന്ന് ഒരു ഓട്ടോക്കാരനായിട്ട് തർക്കിക്കുമ്പോൾ തൊട്ട് മനസ്സിൽ വെച്ചാൽ നല്ല. നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, ഫെയർ വേജ് അല്ല, നീതി ഒക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷെ ഇങ്ങനെ നിങ്ങളുടെ നീതി മറ്റുള്ളവരുടെ നീതിയെ ലംഘിക്കുന്നതാവണമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ചില ഗുരുക്കന്മാരൊക്കെ ഉണ്ടല്ലേ. ഡിസൈറുടെയും ഒക്കെ നീതിയേക്കാൾ അത് ലംഘിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ എന്താ മെരിറ്റ് നമ്മുടെ? അങ്ങനെ ഒന്ന് ഈ കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. വെറുതെ ഹ്യൂമൻ ഹിസ്റ്ററി ഈ പറഞ്ഞ ഈ കൈരേഖക്കകത്താണ്. അത് സൃഷ്ടിച്ചതൊക്കെയാണ് ഇതെല്ലാം. ബിഗിനിങ് ഫ്രം മിഡ് വൈഫറി, ജീവനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ജീവനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. രണ്ട് ഈ വലിയ പ്രശ്നമുണ്ട്, ഈ ജോലിയില്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഇത് സങ്കടമാണ്. പലപ്പോഴുമൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് കാണുന്നൊരു പടം എന്ന് പറയുന്നത് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സാണ്. വല്ലാത്തൊരു പടമാണ്. ജോലിയില്ലാത്തൊരു അച്ഛനും മകനും കൂടി സ്റ്റെയർ കേസിന് താഴെയൊക്കെ ഇങ്ങനെ ഉറങ്ങിയും മകനെ ഒരു വലിയ കളിയൊക്കെ പഠിപ്പിച്ച് ഈ മനുഷ്യൻ തൻ്റെ ദിവസം മുമ്പോട്ട് കൊണ്ടുപോകുന്നതൊക്കെ വല്ലാത്തൊരു പടമുണ്ട്. അത് റിയൽ സ്റ്റോറിയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ജോലിയില്ലാതിരിക്കുക വലിയ വിഷമമാണ്. ഇപ്പം തന്നെ യുദ്ധത്തിൻ്റെയൊക്കെ ഒരു ചെറിയ സൂചനകൾ തുടങ്ങിയപ്പോൾ തന്നെ എന്തുമാത്രം സെക്ടറുകളാണ് അടഞ്ഞെന്നറിയാമോ? വിശേഷം ഹോസ്പിറ്റാലിറ്റി സെക്ടർ. ഇപ്പോൾ ഹോട്ടൽ, ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു തൊട്ട് മുമ്പ് ഒരു കാര്യത്തിന് ബോംബെയിലൊക്കെ പോയി കഴിയുമ്പോഴേക്കും നമ്മളെ ഭയങ്കരമായിട്ട് കൊണ്ടുനടക്കുകയും ഹോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തൊരു വ്യക്തി, പുള്ളി പറയുന്നത് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ, ഈ പറയുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി ഒരു സെക്ടറിലാണ് പ്രവർത്തിക്കുന്നത്. പുള്ളി പറയുന്നത് അനുദിന കാര്യങ്ങൾ നടക്കുന്നില്ലെന്നാണ് പറയുന്നത്. അടഞ്ഞുപോയി നോക്കി നിൽക്കുമ്പോൾ മനുഷ്യരിങ്ങനെ സ്ലാൻറ്റ് ചെയ്യുക. കുറെ കൂടി ഇങ്ങനെ മനുഷ്യൻ്റെ പേശിബലം, അത് അമ്മയുടെ ഉൾപ്പെടെയാണ് കേട്ടോ. നമ്മളൊരിക്കലും അപ്പൻ എന്ന് പറയുന്നൊരു സങ്കല്പത്തോടെ ചിലപ്പോൾ ഈ ജോലിയെ കൊണ്ടുപോയി അങ്ങനെ ഒരു നടപ്പ് മാതൃകയുണ്ടല്ലോ. എല്ലാവരും ചെയ്യുന്ന ആ ജോലിക്ക് വെറുതെ ഒരു ആദരവ് കൊടുക്കാനും മനുഷ്യൻ്റെ തഴമ്പിനെ നമസ്കരിക്കാനും, കുറഞ്ഞ പക്ഷെ അവനവൻ്റെ പരിസരങ്ങളിലെങ്കിലും ഇങ്ങനെ മനുഷ്യോചിതമായിട്ട് ജീവിക്കാനുള്ള ഒരു അടിസ്ഥാന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാനുള്ള ചില ശ്രദ്ധയൊക്കെ ഉണ്ടാകാനൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ നല്ലതായിരിക്കും. കൂലിപ്പണി ചെയ്യുന്നവരോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ അഫിനിറ്റി കുറച്ചുകൂടി ഇങ്ങനെ കൂലിപ്പണി ചെയ്തുകൊണ്ട് തന്നെയാണ്. കുറച്ചുകൂടി എന്തുകൊണ്ട് നമുക്ക് മുറ്റം വൃത്തിയാക്കിക്കൂടുക, അല്ലെങ്കിൽ ലോൺ, ഇത്തിരി ഒരു സെറ്റ് ജീവിതത്തിന് ക്വാളിറ്റി തരും.
യേശുവൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചൊരു സംഭവം ഉണ്ടല്ലോ അല്ലേ, അന്ന് വേണ്ടുന്ന ആഹാരം തരണമേ. എല്ലാ ആഹാരവും ചുടുന്നത് ഈ വിയർപ്പിനകത്തുനിന്നാണ്. അപ്പം അതിന് കുറച്ചുകൂടി ഡയറക്റ്റായിട്ടൊരു ഇൻവോൾവ്മെൻ്റ് കൂടിയൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും. ആ കൂലിപ്പണിക്കാരനെ തന്നെ ഓർമ്മിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അനേകം കൂലിപ്പണിക്കാർ ഞങ്ങൾ കൊണ്ട തണലെല്ലാം നിങ്ങൾ കൊണ്ട വെയിലാണ് എല്ലായിടത്തും. ഇപ്പം നമുക്ക് മെസ്സൊക്കെ എങ്ങനെ ഓടുന്ന ആലോചിക്കുക. ഞാൻ ഒരു 15 പേരവിടെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഓടത്തുള്ളൂ. ഞാനൊക്കെ വെറുതെ പേരിന് ചെല്ലുന്ന നമുക്ക് എങ്ങനെയൊക്കെ അതിനൊക്കെ ഒരു വാക്ക് നന്ദിയൊക്കെ പറയാന്നുള്ളത് ഒക്കെ എന്ത് ചെറിയ വാക്കാവും അപ്പം നന്ദി എന്ന് ഞാൻ വിചാരിക്കുന്നത്. രാവിലെ 6 മണി തൊട്ട് ജോലി ചെയ്യുന്നവർ, മെസ്സൊക്കെ ചിലപ്പോൾ അറിയപ്പെടുന്നത് ആ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്ന വല്ലപ്പോഴൊക്കെ വരുന്ന ഞങ്ങൾ 1-2 പേരൊക്കെ ഇതായിരിക്കും അവിടെ മറ്റൊരു കാണുന്ന പോലും ഇല്ല. നമ്മൾ ഭയങ്കരമായ ക്ലോയിസ്റ്റർ ലൈഫായി ജോലി എന്ന് പറയുന്നത്, ആവൃത്തി ജീവിതമാണ്. അങ്ങനെ ആശ്രമങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ അത്. ഇപ്പോൾ കപ്പജിൻസ് എന്നൊക്കെ പറയുമ്പോഴേക്കും കുറച്ച് ഇങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കകത്ത് കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടുന്ന മനുഷ്യരൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പേര് തൊട്ടറിയാൻ പറ്റുന്നത്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തൊഴുത്തിലെ പശുക്കളൊക്കെ പോയി മാറ്റിക്കെട്ടുകയും കൂലിപ്പണിക്കാരെക്കാൾ കൂലിപ്പണി ചെയ്യുന്ന സന്യാസഹോദരങ്ങൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് ഓർത്ത് നമുക്കൊന്ന് നമ്മുടെ പതിവ് രീതിയിൽ ഒന്നും മാറാതെ അടുത്തിരിക്കുന്നവരെ കയ്യിൽ നിന്ന് പതുക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് വിശേഷിച്ചും അവരുടെ അധ്വാനത്തേക്ക് വെറുതെ ഒന്ന് ഓർമ്മിച്ച്, അല്ലെങ്കിൽ അവരിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെ അധ്വാനത്തേക്ക് ഒന്ന് ഓർമ്മിച്ചിട്ട് നമുക്ക് വെറുതെ ഇത്തിരി നേരം കൈകോർത്തങ്ങ് സമാധാനത്തിലിരിക്കാൻ